ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് കോട്ടയ്ക്കൽ ബൈപ്പാസിനടുത്തുള്ള പുത്തൂർ പമ്പിലാണ് വൈകിട്ട് മലപ്പുറത്ത് നിന്നും കോട്ടയ്ക്കലിലേക്ക് പോകുന്ന ഒരു കുടുംബം സഞ്ചരിച്ച വാഗണർ കാറായിരുന്നു. അവർ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് കയറി. പെട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം വാഹനം ഓഫാക്കാതെയാണ് പെട്രോൾ അടിച്ചതെന്നുള്ളതാണ്. പെട്രോൾ അടിച്ചതിന് തൊട്ട് പിന്നാലെ ആ സമയത്താണ് എഞ്ചിന്റെ മുൻഭാഗത്തു നിന്നും തീ കാണുന്നത്. തീ വല്ലാതെ ആളുന്നത് കണ്ട് ഈ ബീഹാർ സ്വദേശിയായ അനിൽ എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ തീയണച്ചു. അതിനു മുമ്പ് തന്നെ ഈ തീ കണ്ട ഉടൻ തന്നെ അതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, അതായത് 3 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിൽ 5 പേരാണ് അതിലുണ്ടായിരുന്നത്. കുട്ടികളെയും സ്ത്രീയെയും ഒക്കെ ആ കാറിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇറക്കി സഹായികളായുള്ള ജീവനക്കാർ, നിയാസ് എന്ന് പറയുന്ന, രത്നാകരൻ എന്ന് പറയുന്ന 2 ജീവനക്കാർ കൂടി ഓടിയെത്തി. എല്ലാവരും ചേർന്ന് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ ദുരന്തം ഒഴിവായത്. നമുക്കറിയാം, പെട്രോൾ പമ്പിൽ സ്വാഭാവികമായി മറ്റു വാഹനങ്ങളുണ്ട്, അവിടെ പെട്രോളിന്റെ ഉപയോഗമൊക്കെ ഉണ്ടാകുന്നതാണ്. വലിയ തോതിൽ തീ ആളിപ്പെടാനും ആ പരിസരം തന്നെ, ആ പ്രദേശം തന്നെ വലിയ ദുരന്തത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനം കിട്ടിയിരുന്നു. മാത്രമല്ല, പരിശീലനം കിട്ടിയെന്നതിനപ്പുറം അവർക്ക് ആ സമയത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. മലപ്പുറത്ത് നിന്നും കോട്ടയ്ക്കലിലേക്ക് പോകുന്ന കുടുംബമാണ് ഈ തലനാരിഴയ്ക്ക് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. കാറിന്റെ പക്ഷേ എഞ്ചിന് കേട് സംഭവിച്ചിട്ടുണ്ട്, തീ കത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നേ ഉള്ളൂ. ഏതായാലും ഈ വാഹനം ഓഫാക്കാതെയാണ് പെട്രോൾ അടിച്ചിരുന്നത്. അപ്പോഴുണ്ടായ എന്തെങ്കിലും സ്പാർക്ക് കൊണ്ടോ മറ്റോ, സ്വാഭാവികമായി അവിടെയൊക്കെ പെട്രോളിന്റെ അംശമൊക്കെ ഉണ്ടാവാം. തറയിൽ നിന്നും പോലും തീ ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്.